ഏവർക്കും നമസ്കാരം. സാന്നിധ്യമില്ലെങ്കിലും ആരാധ്യനായിട്ടുള്ള ശ്രീ രാജേഷ് നാദാപുരം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഇരിക്കുന്നവരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒപ്പം പാഠശാലയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഗിരീഷ് ജി, വിദ്യാജി, സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റേഴ്സ്, ഒപ്പം ഈ ഒരു പ്രോഗ്രാം ഇവിടെ മനോഹരമാക്കാൻ വേണ്ടി അതിനുവേണ്ടി ക്ഷീണം പ്രവർത്തിച്ച ഇതിൻ്റെ സംഘാടകർ, വേദിയിലുള്ളവരും സദസ്സിലിരിക്കുന്നവരും. രാവിലത്തെ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല, അതിലൊരുപാട് നഷ്ടം തോന്നുന്നു. കാരണം ഈ ഒരു സദസ്സ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രമാത്രം പ്രൗഢഗംഭീരമായിരുന്നു രാവിലത്തെ പ്രോഗ്രാം എന്ന്. എന്തായാലും ആ പ്രോഗ്രാം നിങ്ങളെല്ലാവരും ആസ്വദിച്ചു. രാമായണം എല്ലാവരും വായിച്ചു. രാമായണം വായിക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ കൂടിയുള്ളതാണെന്നുള്ളൊരു സത്യം നാം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. രാവിലെ രാജേഷിയുടെ പ്രസംഗത്തിൽ എന്തായാലും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. എന്നെങ്കിൽ പോലും രാമായണത്തെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതവുമായി വളരെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. ഒരിക്കലൊരു പ്രായമായൊരു സ്ത്രീ ഒരു ആശ്രമത്തിൽ ചെന്നു സന്യാസിയെ കാണാൻ. സന്യാസിയോട് പറയുകയാണ്, ഞാൻ ജീവിതം മടുത്തു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് സന്യാസിയോട് പറയുകയുണ്ടായി. അപ്പോൾ സന്യാസി ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പോയി വായിച്ചിട്ട് വരൂ. ഒരു മാസം കഴിഞ്ഞത് വായിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ തോന്നിയെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തോളൂ, അല്ലെങ്കിൽ ഈ പുസ്തകം കൊണ്ട് മടക്കി തരാൻ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പുസ്തകവുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ സന്യാസി ചോദിച്ചു, നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ? അപ്പോൾ പറയുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചൊരു കഥാപാത്രമുണ്ട്, സീതാദേവി. സീതാദേവിയുടെ അനുഭവങ്ങൾ ഞാൻ കഥയിലൂടെ വായിച്ചപ്പോൾ അതൊരു വ്യക്തി അനുഭവിച്ചതാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അത്ര വലുതല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നില്ലെന്നാണ് പറയുക. അപ്പോൾ ഓരോ കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നതും ചിലപ്പോൾ നടക്കാൻ പോകുന്നതുമായിട്ടുള്ള സംഗതികളൊക്കെ അതിലുണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ളതാണെന്നൊരു സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. വെറുതെ പാരായണം ചെയ്യാൻ മാത്രമല്ല രാമായണം. രാമായണത്തെ അറിഞ്ഞ് നന്നായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതിലോരോ കഥാപാത്രങ്ങളും എല്ലാവരും അവരവരുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ എപ്രകാരം ചെയ്യണമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതൊന്നുകൂടിയാണ് രാമായണം. ഒരു ഭാര്യ എങ്ങനെയാവണം, ഭർത്താവ് എങ്ങനെയാവണം, ഒരുപാട് മനോഹരമായ രംഗങ്ങളൊക്കെ രാമായണത്തിലുണ്ട്. രാമനും ലക്ഷ്മണനും സീതയും കൂടെ വനവാസത്തിന് പോകുന്ന സമയത്ത് ഒരു കടത്ത് കടന്നു പോകുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ഗുഹൻ എന്നൊരു കടത്തുകാരൻ രാമനെയും ലക്ഷ്മണനെയും സീതയും കടത്തുവള്ളത്തിൽ കയറ്റി മറുകര എത്തിക്കുന്ന സമയത്ത് രാമൻ്റെ കയ്യിൽ കടത്തുകൂലി കൊടുക്കാൻ പണമൊന്നുമില്ല. എന്ത് ചെയ്യും? കാരണം ഒരു പ്രവൃത്തി ചെയ്ത ഒരാൾക്കൊരു കൂലി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. പക്ഷെ അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ രാമനൊന്ന് സീതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നിസ്സഹായതയോടുകൂടി. ഇത് മനസ്സിലാക്കി സീത എന്ത് ചെയ്തു? ആകെയുള്ളത് 4 വളകളാണ്, ബാക്കിയൊക്കെ വീട്ടിൽ ലോക്കറിൽ വെച്ചിട്ടാണ് പോകുന്നത്. 4 വളയിൽ ഒരു വള കയ്യിൽ നിന്ന് ഊരിയിട്ട് രാമൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഒരൊറ്റ നോട്ടത്തിൽ ഭർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ വായിക്കാൻ ആ ഭാര്യയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒരൊറ്റ നോട്ടത്തിലൊരു വള ഊരി. ഇന്നിപ്പോൾ ഒരു നോട്ടമല്ല, 10 ചാട്ടം ചാടിയൊരു വള ഊരിയല്ല കേട്ടോ, കാരണം സ്വർണത്തിനൊക്കെ എന്താ വില. അപ്പോൾ ഈ രാമനെ വള ഗുഹൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഗുഹൻ ആ വള തിരിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഒരേ തൊഴിൽ ചെയ്യുന്നവർ തമ്മിൽ കണക്ക് പറയാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ ചോദിച്ചു, ഞാനും നിങ്ങളെന്താ ഒരേ തൊഴിൽ ചെയ്യുക? നിങ്ങളൊരു കടത്തുകാരൻ, ഞാനൊരു രാജാവായിരുന്ന ആകേണ്ട ആൾ. നമ്മളൊരു തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ഞാൻ ഇക്കരെ നിന്നും ആളുകളെ അക്കരയ്ക്ക് കടത്തുന്നു, താങ്കൾ ഇഹത്തിൽ നിന്നും പരത്തിലേക്ക് ആളുകളെ കടത്തുന്നു. രണ്ടും ഒരേ തൊഴിൽ തന്നെയാണ്. അപ്പോൾ ഇത്ര ഒരുപാട് മനോഹരമായ രംഗങ്ങൾ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ജീവിതത്തിൽ എപ്രകാരം എന്തൊക്കെ പാലിക്കണമെന്നുള്ളത്. ഇപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇരിക്കുന്ന ഓരോ അമ്മമാരും എത്രയോ വർഷങ്ങളായി രാമായണം പഠിച്ചും മനസ്സിലാക്കിയും കൊണ്ടിരിക്കുന്നു. നമ്മുടെ പുതിയ തലമുറയിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ്
ശ്രീരാമരാജ്യം എന്ന ഒരു പേരോടുകൂടി രാജേഷ് നാദാപുരം ഇങ്ങനൊരു പ്രോഗ്രാം കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള അമ്മമാരെയും കുട്ടികളെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇതിനൊരു തുടക്കമിടുന്നത്. തീർച്ചയായും ഇനി വരും നാളുകളിൽ ഇത് വലിയ ജനപ്രചാരമേകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ പങ്കാളിത്തം തന്നെ എന്താണ് രാമായണമെന്നറിയാനും എന്താണെന്ന് ഹിന്ദുവെന്ന് ബോധമുണ്ടാവാനും ആ സംസ്കാരത്തിലൂടെ ജീവിക്കാനും നമ്മുടെ മക്കളെ ആ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ളൊരു ശ്രമം. യഥാർത്ഥ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തിനപ്പുറം നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ആധ്യാത്മികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൂടി കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ. അപ്പം അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. രാമായണമൊക്കെ പഠിപ്പിച്ച അധ്യാപകർ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഒപ്പം ഇതിനുവേണ്ടി പങ്കെടുത്ത് തയ്യാറായി വന്ന കുട്ടികൾ, ഇപ്പോൾ കലാപരിപാടികളാണ് നടക്കേണ്ടതുള്ളത്. കലാപരിപാടികളൊക്കെ ഭംഗിയായിട്ട് തന്നെ അതിനുവേണ്ടി തയ്യാറായി വന്ന എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചെറിയൊരു പാട്ടും കൂടി, കലാപരമായ ഒരു കഴിവും കൂടി പ്രകടിപ്പിച്ചുകൊണ്ട്, പാടാനുള്ള കഴിവൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നിങ്ങളെ ആരും വെറുപ്പിക്കണമെന്നില്ല, ചെറിയൊരു പാട്ട് ഞാൻ പാടാം, നിങ്ങളെല്ലാവരും ഏറ്റുപാടുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. രാമനെക്കുറിച്ചൊരു ചെറിയ ഒരു കീർത്തനമാവാം എന്നാഗ്രഹിക്കുകയാണ്. ജയ ജയ ശ്രീരാമ. എല്ലാവരും ഏറ്റു പാടണം കേട്ടോ, ഒരുമിച്ച്. ജയ ജയ ശ്രീരാമ, ജയ ജയ ശ്രീരാമ, രഘുവരാ ശുഭകര ശ്രീരാമ. ചെറിയ പാടല്ലേ, ഞാൻ ചില സംഗതിയൊക്കെ ഇടും, നിങ്ങളതിൽ തട്ടി വീഴാണ്ടിരുന്നാൽ മതി കേട്ടോ. അങ്ങോട്ട് ഉഷാറായിട്ട് പാടും. ഭജൻസൊക്കെ പാടുമ്പോൾ നമ്മളതിന് താളോ ഈണോ നോക്കേണ്ട ആവശ്യമില്ല. സംഗീതം പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കൈവെക്കൂ. സംഗീതം പഠിച്ച ആൾക്കാർ ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സന്തോഷം, ഞാൻ എന്ത് പാടിയാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമല്ലോ. ഈ സംഗീതം എന്ന് പറയുന്നത് സാമവേദത്തിൽ പെടുന്നതാണല്ലേ. സംഗീതം പഠിക്കുക എന്ന് പറയുന്നത് പലർക്കും ആഗ്രഹമുണ്ട്, പാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും രസമുണ്ട്, പക്ഷെ പാടുക എല്ലാവർക്കും സാധിക്കാറില്ല. പക്ഷേ പാഠശാലയുടെ, സനാതനധർമ്മ പാഠശാലയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള. രാമായണമൊക്കെ നമ്മൾ ഈണത്തിലല്ലേ പാടുക. അപ്പോൾ ഞാൻ സംഗീതത്തിൻ്റെ ചെറിയൊരു ബാലപാഠം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും നിവർന്നിരിക്കൂ. ദീർഘമായൊരു ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടൂ. ഇനി സാവധാനം ഒന്ന് പാടിയാൽ മതി. ഞാൻ പറയുന്ന പോലെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇനി ഒരുമിച്ച് പാടണം. സരി ഗമ പധ നീ സാ സാ നീ ധാ പ മ ഗ രി സ സരി. സാ നീ ധാ പ മ ഗ രി സ സരി ഗ മ. സാ നീ ധാ പ മ ഗ രി സ സരി. സാ നീ ധാ പ മ ഗ രി സ സരി ഗ മ. സാ നീ ധാ പ സരി ഗ മ. സാ നീ ധാ പ സ. ഇത്രയുള്ളൂ സംഗതി. ഇപ്പം എല്ലാവരും സംഗീതം പഠിച്ചില്ലേ? അപ്പോൾ ഒരുമിച്ച് നമുക്ക് പാടാം. ജയ ജയ ശ്രീരാമ, രഘുവരാ ശുഭകര ശ്രീരാമ, രാമ രവികുല രാമ രവികുല രാമ രവികുല ജലനിധി സോമ രാമ രവികുല
ജലനിധി സോമാ കോതണ്ഡ രാമാ കോതണ്ഡ രാമാ രാമാ രവികുല ജലനിധി സോമാ കോതണ്ഡ രാമാ കാമിതദായക 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 കരുണാധാമാ കോമള നീരജ കൗസല്യരാമാ കോമള നീരജ കൗസല്യരാമാ ജയ ജയ ശ്രീരാമ രഘുവരാ കൈയടിച്ചോണ്ട് രഘുവരാ ശുഭകര ശ്രീരാമ ശുഭകര രാമാ രവികുല രാമാ രവികുല രാമാ ജലനിധി സോമാ കോതണ്ഡ രാമാ കോതണ്ഡ കാമിതദായക കരുണാധാമാ കോമള നീരജ കൗസല്യരാമാ ജയ ജയ ശ്രീരാമ രഘുവരാ ശുഭകര ശ്രീരാമ ജയ ജയ ശ്രീരാമ രഘുവരാ ശുഭകര ശ്രീരാമ ശുഭകര ശ്രീരാമ. ഹിന്ദു രക്ഷാ